ഇത് LDF-നെ ബാധിക്കില്ലല്ലോ. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവാണ്. ഇവിടെ വർഗീയതയോ വർഗീയ ശക്തികളോ ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് തലപൊക്കാനാവുന്നില്ല എന്നതാണ് LDF ഭരണത്തിന്റെ പ്രത്യേകത. ഇതെല്ലാം വെച്ചാണ് ഞങ്ങൾ ഇതിന്റെ തുടർച്ച ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത്. അതിനെ നിലമ്പൂരിൽ ഞങ്ങൾ സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇനി അത് കൂടുതൽ വോട്ടോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് വിജയിപ്പിച്ചയക്കുക. നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധത എല്ലാ ഘട്ടത്തിലും LDF പുലർത്തിപ്പോന്നിട്ടുണ്ട്. നാടിനും ജനങ്ങൾക്കും ദ്രോഹം ചെയ്യുന്ന ഏത് കാര്യത്തിനും എതിരായി നിൽക്കാൻ, അതിനെ തുറന്നു കാണിക്കാൻ, ശക്തമായി എതിർക്കാൻ LDF ഒരു കാര്യത്തിലും മടിയുണ്ടായിട്ടില്ല, മടിച്ചു നിന്നിട്ടില്ല, അറച്ചു നിന്നിട്ടില്ല. ഇതെല്ലാം നാടിന്റെ അനുഭവമാണ്. ഇപ്പോ കേരളത്തിന് കിട്ടിയ സൽപ്പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നത്. ഈ പേരെങ്ങനെ വന്നതാണ്? LDF-ന് നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി വന്നതാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സംസ്കാരം LDF വളർത്തിയിട്ടില്ല. ജനങ്ങൾക്കാകെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കാനും അത് കൂടുതൽ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താനുമാണ് എല്ലാ ഘട്ടത്തിലും LDF ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇത് LDF-നല്ലാതെ മറ്റേതെങ്കിലും മുന്നണിക്ക് സാധിക്കുമോ? LDF-ന്റെ ഘടന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. LDF-ന്റെ ഭാഗമായി അണിനിരന്നിട്ടുള്ള കക്ഷികളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും LDF-ന്റെ ഈ പൊതുരീതി, പൊതു സംസ്കാരം അംഗീകരിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നു. അങ്ങനൊരു അവകാശവാദം UDF-ന് മുന്നോട്ട് വെക്കാനാകുമോ? UDF-ന് മൊത്തത്തിൽ കഴിയുമോ? UDF-ലെ ഓരോ ഘടകകക്ഷിയെയും എടുത്ത് പരിശോധിച്ചാൽ ആ നിലയിലേക്ക് എത്താൻ ആ ഘടകകക്ഷികൾക്ക് സാധിക്കുമോ? നാടിന്റെ മുന്നിലുള്ള ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇത്തരമൊരു ഘട്ടത്തിൽ ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. പക്ഷേ ഇതുപോലൊരു ഘട്ടത്തിലാണല്ലോ നാം അതെല്ലാം ആലോചിക്കേണ്ടത്. പണ്ട് വീരപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു പത്രക്കാരൻ, മാധ്യമപ്രവർത്തകൻ വീരപ്പനെ കാട്ടിൽ പോയി കണ്ടൊരു വാർത്ത കേട്ടിരുന്നു. അപ്പോ വീരപ്പൻ ചോദിക്കുകയാണ്, നിങ്ങള് എന്നെക്കുറിച്ച്
വല്ലാതെ വാർത്തകളൊക്കെ കൊടുക്കുകയാണല്ലോ. എന്നിട്ട് നമ്മുടെ നാടിന്റെ പേര് പറഞ്ഞു, കേരളത്തെക്കുറിച്ച്. അവിടെ ഒരു മന്ത്രി തന്നെ മരം മുറിക്കുന്നത് നേതൃത്വം കൊടുക്കുകയാണല്ലോ. എന്താ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്ന് വീരപ്പൻ ചോദിച്ചു എന്നാണ്. അത് ഏത് കാലമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ കാലത്ത് ആ മന്ത്രിയുടെ സഹായിയായി മരം വെട്ടുന്നതിന് അവിടെ ചെന്നതാരാണ് എന്നും കാട്ടിലേക്ക് ചെന്നതാരാണ് എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് LDF-നെ ബാധിക്കില്ലല്ലോ. നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവാണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരനുഭവം LDF-ന്റെ കാലത്ത് ഉണ്ടാകില്ലല്ലോ. LDF-ന്റെ മന്ത്രിസഭയുടെ ഭാഗമായും ഉണ്ടാകില്ലല്ലോ. അതാണ് പ്രത്യേകത. അഴിമതി സ്വയമേവ കുറയുന്നതല്ല. അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് കൃത്യമായ നിലപാട് വേണം. അതാണ് LDF-നുള്ളത്. എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കണം. ഇവിടെ 2016 മുതൽ 2021 വരെ അധികാരത്തിലിരുന്ന LDF സർക്കാരിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. ആ തുടർഭരണത്തിന്റെ പ്രത്യേകത നോക്കണം. മുൻകാലങ്ങളിൽ സംഭവിച്ചിരുന്നത് കുറച്ചു കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വന്ന കാര്യം, ഒരു ഘട്ടത്തിൽ ഒരു മുന്നണി, അടുത്ത ഘട്ടത്തിൽ വേറൊരു മുന്നണി. LDF നാടിനോട് പ്രതിബദ്ധത ഉള്ള മുന്നണി എന്ന നിലക്ക് നാടിന്റെ വികസനത്തിനാവശ്യമായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും. തൊട്ടു പിന്നാലെ UDF അധികാരത്തിൽ വരുന്നു. UDF-ന് മൊത്തമായ ഒരു സമീപനമുണ്ട്. അതിലുള്ള കക്ഷികൾക്ക് ചില പ്രത്യേക സമീപനങ്ങളുമുണ്ട്. എന്താ പിന്നീട് സംഭവിക്കുന്നത്? തുടർച്ച നഷ്ടപ്പെടുന്നു. വികസന കാര്യങ്ങൾ അതേപോലെ മുന്നോട്ട് പോകുന്നില്ല. ക്ഷേമകാര്യങ്ങൾ അതേപോലെ മുന്നോട്ട് പോകുന്നില്ല. എല്ലാറ്റിലും തകർച്ച സംഭവിക്കുന്നു. അതോടൊപ്പം തങ്ങളുടെ വിഹിതം ഇങ്ങോട്ട് പോരട്ടെ എന്ന രീതിയിലുള്ള അഴിമതിയുടേതായ ഭാഗങ്ങൾ പെരുകുന്നു. ചുരുക്കത്തിൽ നാടിന്റെ പുരോഗതി തടയപ്പെടുന്നു. നേരത്തെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നത് അതേ രീതിയിൽ തുടരാതെ സ്തംഭനത്തിലും കാലത്തിനനുസൃതമായ പുരോഗതിയില്ലാതെ പുറകോട്ടടിച്ച നിലയിലേക്കും എത്തുന്നു.
അടുത്ത തവണ വീണ്ടും LDF അധികാരത്തിൽ വരുന്നു. ആദ്യത്തെ 2-3 വർഷം, ഏകദേശം 3 വർഷത്തോളം, 2 വർഷം പൂർണ്ണമായും ഈ വന്ന കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ചെലവിടണം. നേരത്തെ LDF തുടങ്ങി വെച്ച എവിടെയായിരുന്നോ നിന്നത് അവിടുന്ന് പുറകോട്ട് പോയ അവസ്ഥ പരിഹരിക്കാനും കാലാനുസൃതമായ പുരോഗതിയിലേക്ക് എത്താനും 2-3 വർഷം ചെലവിടേണ്ടി വരുന്നു. നമുക്ക് നഷ്ടപ്പെടുന്നത് ആ 2-3 വർഷമായിരുന്നു. പിന്നീടുള്ള 2 വർഷക്കാലമാണ് യഥാർത്ഥത്തിൽ നാടിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പൂർണ്ണമായി കടക്കാൻ കഴിയുക. ഇതിന് മാറ്റം വന്നു. ജനങ്ങളുടെ അനുഭവത്തിലൂടെ അതിന് മാറ്റം വരുത്തി. LDFന് തുടർഭരണം സമ്മാനിച്ചു. തുടർഭരണം സമ്മാനിച്ചപ്പോ അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. 2021 മെയ്യിൽ എവിടെയാണോ ഓരോ രംഗവും നിൽക്കുന്നത് അവിടെ നിന്ന് അതേ ബന്ധാവിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായില്ല. അതാണ് ഈ 9 വർഷക്കാലം കാണുന്ന കേരളത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള പുരോഗതിക്ക് അടിസ്ഥാനം എന്നത് നാം കാണണം. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഈ പരിപാടി LDFന്റെ പരിപാടിയാണ്. ഇപ്പൊ LDFന്റെ പരിപാടിയാകുമ്പോൾ LDFന്റെ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഓരോ കക്ഷിയും അവരവരുടേതായ മറ്റു പല അടയാളങ്ങളും ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരും. അത് ആ കക്ഷിയുടെ മാത്രം അവകാശപ്പെട്ടതാണ്. അത് LDFന്റെ പൊതുവായിട്ടുള്ളതല്ല. LDFന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ആരും ഉപയോഗിക്കാവൂ എന്നതാണ് എനിക്ക് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. നല്ല കാര്യമായാലും ചിലപ്പോൾ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് LDFന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഇടർച്ചയില്ലാതെ തുടർച്ച വികസന കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ജനങ്ങളെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ്. ആ തീരുമാനം LDFന് തുടർഭരണം സമ്മാനിക്കുക എന്നുള്ളതാണ്. ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചോളൂ. എത്ര വലിയ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് അതിലൂടെ വ്യക്തമാകും. ഞാൻ ആ രംഗങ്ങളിലേക്ക് ആകെ പോകുന്നില്ല. കാരണം ഒരുപാട് LDF നേതാക്കൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ്. അപ്പോ ഒരു സംസാരം വല്ലാതെ നീണ്ടുപോയാൽ അത് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും. എന്തുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന എല്ലാ രംഗങ്ങളും നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഈ അടുത്ത നാളിലാണ് നിപ്പയുടെ ആക്രമണം നമുക്ക് നേരിടേണ്ടി വന്നത്. സാധാരണഗതിയിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു രോഗമാണ്. പക്ഷെ വിജയകരമായി ചികിത്സിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നല്ല വിജയം ആ ചികിത്സയിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ കോവിഡിന്റെ ഒരു വരവിനെ കുറിച്ച് വീണ്ടും ആശങ്ക രാജ്യത്തും ലോകത്തും ഉയരുന്നു. അപ്പോഴും നമുക്ക് അത്തരമൊരു ഘട്ടം വന്നാലും നേരിടാനാവും എന്ന ആത്മവിശ്വാസമുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ആരോഗ്യരംഗം അത്രയും സജ്ജമാണ്. ആരോഗ്യരംഗം കേരളത്തിലെ എല്ലാവർക്കും ചികിത്സ നല്ല രീതിയിൽ ലഭ്യമാകുമാറ് സജ്ജമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ
വിദ്യാഭ്യാസ രംഗം നാളെ സ്കൂളുകൾ തുറക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗമാകെ വലിയ തോതിൽ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഘട്ടമാണ്. സ്കൂളിലെ അക്കാദമിക് മികവും വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. കുട്ടികളും രക്ഷിതാക്കളും നേരത്തെ പൊതുവിദ്യാലയങ്ങൾ ഉപേക്ഷിക്കുന്ന നിലയുണ്ടായിരുന്നു. 2016 5 ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞു പോയതായിരുന്നു. 1000 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ലിസ്റ്റിട്ടതാണ്. അവിടെയാണ് അതെല്ലാം പരിഹരിച്ച് ഈ മികവിലേക്ക് നമ്മൾ എത്തിയത്. 5 ലക്ഷം കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി വന്ന് ചേരുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം കണ്ടു. നമ്മുടെ 2016 മുതൽ 2021 വരെയുള്ള കാലം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നതുകൊണ്ട് അതിലായിരുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. പക്ഷെ അന്നേ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിരുന്നു. തുടർഭരണം 2021 ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. എവിടെ എത്തിയിപ്പോ? നേരത്തെ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികയെടുത്താൽ ആദ്യത്തെ 100-ൽ നമ്മൾ എവിടെയും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴോ പൊതു യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ 1 ഡസൻ, അതില് 3 കേരളത്തിൽ നിന്നുള്ളതാണ്. 9ാം സ്ഥാനത്ത് കേരള യൂണിവേഴ്സിറ്റി, 10ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിൽക്കുന്നത്. ഇത് മാറ്റമല്ലേ? രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ്, അതിൽ 16 കോളേജ് കേരളത്തിൽ നിന്നുള്ളതാണ്. മാറ്റം ഇനിയും മാറും, ഇനിയും കൂടുതൽ ശക്തിപ്പെടും. എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത്? LDF 2021 തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോ അതേ നയം ശക്തമായി തുടരാൻ കഴിഞ്ഞു. അതിലൂടെ വലിയ തോതിൽ കഴിഞ്ഞു എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോകുന്നില്ല. വികസന കാര്യങ്ങൾ മാത്രമല്ല, ക്ഷേമപ്രവർത്തനങ്ങളിൽ വലിയ മാറ്റമല്ലേ ഉണ്ടായത്. 2016 LDF അധികാരത്തിലേറ്റി ഞങ്ങള് ആദ്യ മന്ത്രിസഭാ യോഗം ചേരാൻ ഇരിക്കുകയാണ്. അപ്പോ ക്ഷേമപ്രവർത്തനത്തിന്റെ ഭാഗമായി കൊടുക്കുന്ന പെൻഷൻ എന്താ അതിന്റെ അവസ്ഥ എന്നത് ചോദിച്ചു. എന്താ അവസ്ഥ? കടലാസിൽ 600 രൂപയാണ്. പക്ഷേ 18 മാസത്തെ കുടിശ്ശികയാണ്. ആ ക്യാബിനറ്റ് അന്നെടുത്ത തീരുമാനം ആ 18 മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർക്കാനായിരുന്നു. മുഴുവൻ കൊടുത്തു. അവിടെ നിന്നില്ല. പിന്നീട് വർധനവ് വന്നു. ഇപ്പോഴോ 60 ലക്ഷം ആളുകൾക്ക് 600 അല്ല 1600 രൂപ വീതമാണ് കൊടുക്കുന്നത് മാസം തോറും. ഈ കഴിഞ്ഞ വാർത്ത കണ്ടില്ലേ നിങ്ങൾ? 3200 രൂപ നമ്മുടെ പെൻഷൻ അർഹതയുള്ളവർ വാങ്ങുന്ന ആ കാഴ്ച. നമ്മുടെ കേരളത്തിലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങൾ, വീടില്ലാത്തവർ, അവർക്ക് സ്വന്തം വീട് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോവുകയായിരുന്നു. ലൈഫ് മിഷൻ 5 ലക്ഷം വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞു. 4.5 ലക്ഷത്തിലധികം വീട്
ഇപ്പോ നിർമ്മിച്ച് അവിടെ ആളുകൾ താമസിക്കുകയാണ്. ബാക്കിയുള്ളത് അടുത്ത മാസങ്ങളിൽ പൂർത്തിയാകാൻ പോകുന്നു. നമ്മുടെ പലയിടങ്ങളിലായി ഭൂമിയുടെ അവകാശം തങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് വേവലാതിപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ഈ 9 വർഷം കൊണ്ട് 4 ലക്ഷത്തിൽ പരം പട്ടയങ്ങളാണ് കൊടുത്തു തീർത്തത്. ഇതെല്ലാം ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി സംഭവിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനം വ്യവസായത്തിന് പറ്റാത്തൊരു സംസ്ഥാനമെന്നായിരുന്നു ആദ്യം കണക്കാക്കിയിരുന്നത്. വ്യവസായ സൗഹൃദ അന്തരീക്ഷമേ ഇല്ല. ആ പട്ടികയ്ക്ക് എടുത്താൽ നമ്മൾ വളരെ പുറകിൽ. 2016 മുതൽ നാം നടത്തിയ പ്രവർത്തനം, നിയമ ഭേദഗതി, ചട്ടങ്ങൾ ഭേദഗതി, കേരളത്തിന്റെ മാനസിക ഘടനയിൽ മാറ്റം വരുത്താനുള്ള ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ചർച്ചകൾ, 2021 LDF അല്ല അധികാരത്തിൽ വന്നിരുന്നത് എന്ന് സങ്കല്പിക്കുക. അവിടെ കടക്കും. പിന്നെ അതിന് തുടർച്ചയുണ്ടാവില്ല. 2021 LDF അധികാരത്തിൽ വന്നപ്പോ അതിന് തുടർച്ചയുണ്ടായി. എന്ത് സംഭവിച്ചു? ഈ രാജ്യത്തെ നമ്പർ 1 സംസ്ഥാനം നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ കേരളം നമ്പർ 1 എന്ന നില നേടാൻ നമുക്ക് കഴിഞ്ഞു. നിക്ഷേപ സംഗമം നടത്തിയപ്പോ ലോകത്തെ പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങൾ വന്ന് 1.5 ലക്ഷം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപ താൽപര്യ പത്രമാണ് ഒപ്പിട്ടത്. കേരളം കുതിക്കുകയാണ്, വലിയ തോതിൽ മാറുകയാണ്. IT രംഗം വൻ മാറ്റത്തിന് വിധേയമാകുന്നു. നമ്മുടെ എല്ലാ IT പാർക്കുകളും വലിയ തോതിൽ വികസിച്ചിരിക്കുന്നു. 2016 നിന്ന് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാനാണ് പോകുന്നത്. 3 IT പാർക്കുകൾ വരാൻ പോകുന്നു. നാഷണൽ ഹൈവേയുടെ ഭാഗമായി IT കോറിഡോർ വരുന്നു. നമ്മുടെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണത്. കാർഷിക രംഗം വലിയ അഭിവൃദ്ധി, 2016 ഇരട്ടി എന്ന നിലയിലേക്ക് കാർഷിക രംഗം അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു. നെൽകൃഷിയുടെ കാര്യം തന്നെ അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു. ഏത് മേഖലയെടുത്താലും ഈ അഭിവൃദ്ധി കാണാൻ നമുക്ക് സാധിക്കും. ഇതാണ് LDF കേരളത്തിന് നൽകിയിട്ടുള്ള കാര്യം. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് LDFനെ വലിയ തോതിൽ ജനങ്ങൾ പിന്താങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് കഴിയുന്നത്? നമ്മുടെ നാട് ശാന്തമാണ്, സമാധാനപൂർവമായ ജീവിതം നയിക്കാൻ കഴിയുന്നതാണ്. ഒരു വിഭാഗത്തിനും പ്രത്യേകമായി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കേരളം വിട്ടുനോക്കൂ, അങ്ങനെയാണോ അവസ്ഥ? അടുത്ത കാലത്ത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അവർ പ്രസിദ്ധീകരിച്ചൊരു കണക്കുണ്ട്. ആ കണക്കിൽ അവർ പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 4500ഓളം ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെയുണ്ടായി എന്നാണ്. രാജ്യത്ത് 10 വർഷം കൊണ്ട് 4500-ലേറെ ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായി എന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം അവർ ശേഖരിച്ച കണക്കുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അവകാശപ്പെടുന്നു. 2023 അപേക്ഷിച്ച് 2024 ആക്രമണങ്ങൾ വർദ്ധിച്ചു എന്നതും പറയുന്നു. മണിപ്പൂർ ഇപ്പോഴും ശാന്തമായിട്ടില്ല. ഇപ്പോഴും പലതരത്തിലുള്ള വാർത്തകൾ പലയിടത്തായി നാം കേൾക്കേണ്ടി വരുന്നു. രാജ്യത്ത് BJP നേതൃത്വത്തിലുള്ള ഭരണം, ആ ഭരണത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും പലയിടത്തും ആക്രമിക്കപ്പെടുന്നു. ഇതോടൊപ്പം മുസ്ലിങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ
വേട്ടയാടപ്പെടുന്നു. ദളിത് ആദിവാസി വിഭാഗങ്ങൾ ജാതീയമായി ഞെരിച്ചമർത്തപ്പെടുന്നു. മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെ തുടർച്ചയായാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോ അയോധ്യ മാതൃകയിൽ കലാപം കാശിയിലും മധുരയിലും ഉണ്ടാക്കുമെന്ന് സംഘപരിവാർ ആവർത്തിച്ചിരിക്കുന്നു. ഗ്യാൻവാപി മസ്ജിദും ഷാദി ഈദ്ഗാഹ് മസ്ജിദും മതനിരപേക്ഷ പാരമ്പര്യമുള്ള അജ്മീർ ദർഗയും എല്ലാം സംഘപരിവാറിന്റെ ഭീഷണിയുടെ നിഴലിലാണ്. സമ്പല്ല പള്ളിയിൽ സർവേ നടത്താനുള്ള കോടതി ഉത്തരവ് വന്നു. അതിനെ തുടർന്ന് അവിടെയുണ്ടായ കലാപങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിലുള്ളവർക്ക് ജീവഹാനി സംഭവിച്ചു. നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലെ ചിക്മംഗളൂരിൽ സമാനമായ രീതിയിൽ മുസ്ലിം ആരാധനാലയത്തിന് നേരെ ആക്രമണമുണ്ടായി. നാം കാണേണ്ടത് അവിടെ കോൺഗ്രസ് സർക്കാരാണ്. അതിന് ചൂട്ടുപിടിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സർക്കാരിൻ്റെത്. ഗോരക്ഷയുടെ പേരിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന വാർത്തകൾ നാം കേൾക്കുന്നു. ബഗൽപൂരിൽ നടന്ന വർഗീയ കലാപത്തിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചുമൂടി അതിനുമേൽ കോളിഫ്ലവർ കൃഷി ചെയ്ത മനുഷ്യത്വഹീനമായ പ്രവൃത്തിയെപ്പോലും സംഘപരിവാർ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉദാത്തവൽക്കരിക്കുന്ന കാഴ്ചയാണ് നിർഭാഗ്യവശാൽ നമുക്ക് കാണേണ്ടി വന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 3000-ത്തിലധികം വർഗീയ കലാപങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെയാണ് ദളിത് ആദിവാസി വിഭാഗത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ കാണേണ്ടത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 50% ഈ ആക്രമണങ്ങളിൽ വർധനവുണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിലേറിയ പങ്കും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. ഗുജറാത്തിൽ ഒരു വ്യാപാരിയുടെ മകനെ ബേട്ട എന്ന് വിളിച്ചു. മോനെ എന്ന് വിളിക്കുന്നത് പോലെ വിളിച്ചു തന്നു. ബേട്ട എന്ന് വിളിച്ചു. അതിന്റെ പേരിലാണ് ആ ദളിത് യുവാവിനെ തല്ലിക്കൊന്നത്. ഇതാണ് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കാണുന്നത്. കുറച്ചു വർഷം മുൻപ് ഗുജറാത്തിലെ പുനെയിൽ ദളിത് യുവാക്കളെ പരസ്യമായി മർദ്ദിക്കുന്ന കാഴ്ചയും കണ്ടതാണ്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി. കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അവിടെയുള്ള BJP സർക്കാർ സ്വീകരിച്ചത്. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ രാജ്യത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി അധിക്ഷേപങ്ങളുടെ പേരിൽ ആത്മഹത്യകളും ഒഴിഞ്ഞുപോക്കും ഉണ്ടാകുന്നതും കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒന്നും ഇല്ലാതെ ശാന്തമായ ജീവിതം നമ്മുടെ കേരളത്തിൽ നയിക്കാൻ സാധിക്കുന്നു. അവിടെയാണ് കേരളത്തിന്റെ പ്രത്യേകത. ആ പ്രത്യേകത LDFന്റെ പ്രഖ്യാപിതമായ നിലപാടിന്റെ ഭാഗമായിട്ട് കൂടിയുള്ളതാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. ഇവിടെ വർഗീയതയോ വർഗീയ ശക്തികളോ ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് തലപൊക്കാനാവുന്നില്ല എന്നതാണ് LDF ഭരണത്തിന്റെ പ്രത്യേകത. ഇതെല്ലാം വെച്ചാണ് ഞങ്ങൾ ഇതിന്റെ തുടർച്ച ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നത്. അതിനെ നിലമ്പൂരിൽ ഞങ്ങൾ സഖാവ് സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇനി അത് കൂടുതൽ വോട്ടോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നതിലൂടെയാണ് നിങ്ങൾ തെളിയിക്കേണ്ടത്. അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഇവിടുന്ന് വിജയിപ്പിച്ചയക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.